കോളേജ് ഡേക്ക് ഉദ്ഘാടകനായി എത്തിയ ജാസി ഗിഫ്റ്റിനെ അധിക്ഷേപിച്ചിട്ടില്ലെന്ന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ബിനുജ. സർക്കാർ ഉത്തരവ് പാലിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് താൻ നൽകിയത്. പരിപാടിയുടെ ഭാഗമായി നേരത്തെ എടുത്ത തീരുമാനം ലംഘിക്കുന്നത് കണ്ടാണ് ഇടപെട്ടതെന്നും പ്രിൻസിപ്പൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നൊരു കാര്യമാണ് കോലഞ്ചേരിയിലെ സെന്റ് പീറ്റേഴ്സ് കോളേജിലെ കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട് ജാസി ഗിഫ്റ്റിനെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇന്നും ഇന്നലെയുമായി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ കോളേജിലെ പ്രിൻസിപ്പൽ, അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട പ്രിൻസിപ്പൽ ബിനുജ മാഡം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടീച്ചർ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? വാർത്തകളൊക്കെ വരുന്നത് ടീച്ചർ കണ്ടുകാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് ആദ്യം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനുള്ളത് 2015 ഇറങ്ങിയ ഒരു ഓർഡറാണ്, ഗവൺമെൻറ് ഓർഡറാണ്. അത് CET ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഇറക്കിയതാണ്. ക്യാമ്പസിൽ എക്സ്റ്റേണൽ പെർഫോമൻസ് പാടില്ല, മ്യൂസിക്കൽ പെർഫോമൻസോ വേറെ ഒരു പെർഫോമൻസും DJ പാർട്ടികളൊന്നും പാടില്ല, കുട്ടികളുടെ പ്രോഗ്രാം എത്ര വേണേലും നടത്തിക്കോ എന്നുള്ള ഓർഡറാണ്. അത് കുസാറ്റിലെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടാണ് ആ ഓർഡർ ഒന്നുകൂടെ പ്രാബല്യത്തിൽ പേപ്പറിലൊക്കെ വന്നതാണ്. പോലീസ് ഭയങ്കര വിജിലൻ്റ് ആണ്. അപ്പോൾ കോളേജ് ഡേയുടെ അനുബന്ധിച്ച് ഇങ്ങനെ ഒരു ചീഫ് ഗസ്റ്റ് ജാസി ഗിഫ്റ്റ് സാറാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നേ പറഞ്ഞതാണ്, സാറ് ഇനോഗ്രൽ ഫംഗ്ഷനോട് അനുബന്ധിച്ച് പാട്ട് പാടുക, കൂടെ ആരും പാടാൻ പാടില്ല. കൂടെ ആരെങ്കിലും പാടിക്കഴിഞ്ഞാൽ അത് പെയ്ഡ് പെർഫോമൻസ് ആവും, എക്സ്റ്റേണൽ പെർഫോമൻസ് ആവും. അത് കോളേജിൽ അനുവദിക്കാൻ പാടില്ല. അത് ഞാൻ കുട്ടികളോട് പല പ്രാവശ്യം പറഞ്ഞു. കുട്ടികൾ എനിക്ക് ഉറപ്പ് തന്നു, ജാസി ഗിഫ്റ്റ് സാറ് മാത്രമേ പാടുള്ളൂ എന്ന് ഉറപ്പ് പറഞ്ഞു. ഞാൻ ജാസി ഗിഫ്റ്റ് സാറായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടില്ല, കുട്ടികളാണ് കോൺടാക്റ്റ് ചെയ്തതും. അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആയിരുന്നു എല്ലാം. അത് കഴിഞ്ഞിട്ട് സാറ് വന്നു. സാർ ഇവിടെയാണ് വന്നത്. ഇവിടുന്ന് ഞങ്ങളെല്ലാം കൂടെ ബഹുമാനത്തോടെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇനോഗ്രൽ ഫംഗ്ഷൻ സാറ് പ്രസംഗിച്ചു, ഞാൻ പ്രസംഗിച്ചു. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളോട് താഴെ ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സാറ് പാട്ട് പാടാൻ തുടങ്ങി. ഫസ്റ്റ് പാട്ട് സാറ് തന്നെയാണ് പാടിയത്. രണ്ടാമത്തെ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ കൂടെ ഒരു സിംഗർ ഉണ്ടായിരുന്നു. രണ്ടുപേരും. ഇത് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളാണോ? കൂടെ വന്ന ആളാണ്. പെർഫോമറാണോ? അത് പ്രൊഫഷണൽ പെർഫോമറാണ്. അപ്പോൾ രണ്ടുപേരും ചേർന്ന് എനിക്ക് തോന്നുന്ന മറ്റേ സിംഗറാണ് തുടങ്ങിയെന്നും കൂടെയാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും രണ്ടുപേരും ഒരേപോലെയാണ് പാടിയത്. ഡാൻസൊക്കെ കളിക്കുന്ന പോലെ കളിച്ചിട്ടാണ് പാടിയത്. അപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരനുണ്ട്. അത് ശരിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് പോലീസ് തന്നെ പറഞ്ഞേക്കുന്നത് എൻ്റെ റിസ്കിലാണ് നടത്തേണ്ടത്. എൻ്റെ റിസ്ക്കാണ്. ഞാനോ മാനേജർക്കോ എതിരെ കേസ് വരുമെന്നാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ എന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെക്കൻഡ് പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റേജിലേക്ക് കയറി. പിന്നെ അടുത്തതും രണ്ടുപേരും കൂടി ആ പാടുന്നതെന്ന് മനസ്സിലാക്കി പാടാൻ തുടങ്ങുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് രണ്ടാമത്തെ പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ ഞാൻ സ്റ്റേജിൽ കയറി. അവർ ഹമ്മിങ് തുടങ്ങിയപ്പോഴാണ് ഞാൻ സാറിനോട് മൈക്ക് ഇങ്ങനെ കാണിച്ചു, മൈക്കും തരാമോ എന്ന് ചോദിച്ചു. സാറ് തരുവാണ് ചെയ്തത്, തട്ടിപ്പറിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവിടെ വെച്ച് ഞാൻ സ്റ്റുഡൻസിനെയാണ് അഭിസംബോധന ചെയ്തത്. സാറിനോടും കൂടെ ഞാനിങ്ങനെ പറഞ്ഞു. സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചു. എന്നോട് പറഞ്ഞ സാറ് മാത്രമേ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പം രണ്ടുപേര് ചേർന്ന് ഒരു പെർഫോമൻസ് ആയിരിക്കുകയാണ്, എക്സ്റ്റേണൽ പെർഫോമൻസ് ആയിരിക്കുകയാണ്. ഇനി അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു ഇതാണ് കാര്യം. അപ്പോൾ സാറ് പറഞ്ഞു സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ സിംഗിളായിട്ട് പാടാൻ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന വാക്കാണ് സാർ ഉപയോഗിച്ചത്. രണ്ടുപേര് പാടാനാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഓഡിയൻസിൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ്. ഒന്നുകൂടെ നിയമം എല്ലാ പിള്ളേരോടും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ റിസ്കിലാണ് ഇത് നടത്തുന്നത്. സാറ് തന്നെ പാടാനാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സാറ് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രതികരിച്ചത് തന്നെ അപമാനിച്ചു എന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് ഇറങ്ങിപ്പോവേണ്ടി വന്നത്. ഇപ്പോൾ അതൊരു വംശവെറിയിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിന്റെ മതം, ജാതി, ആ രീതിയിലേക്ക് സോഷ്യൽ മീഡിയ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നു. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ടീച്ചർക്കുണ്ടായിരുന്നോ? ഒന്നുമില്ല, നിയമം പാലിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് വേറെ ഇപ്പം അന്നേരം ഒരു അനിഷ്ട സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ ഏത് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിലും അവസാനിക്കുന്നത് അടിയിലാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായാൽ അത് വേറെ രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുന്നത്. എക്സ്റ്റേണൽ പെർഫോമൻസ് വന്ന് ആ സമയത്ത് ഇവർ വരുമ്പോഴും ഇതാണ് കാണുന്നത്. മൊത്തം അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടായിരുന്നത്. അന്നേരം എനിക്കെതിരായിട്ടാണ് കേസ് വരുന്നത്. ആ ഒരു ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിയമലംഘനം നടക്കാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എൻ്റെ സൈഡിൽ നിന്നൊരു നിയമലംഘനം ഉണ്ടാകാൻ പാടില്ല. ജാസി ഗിഫ്റ്റ് സാറിന് അത് അറിയത്തില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുക്കുക. അത് കോളേജിലെ പിള്ളേർക്കും പറഞ്ഞു കൊടുക്കുക.
ഇത് രണ്ടുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ സ്റ്റുഡൻറ് കമ്മിറ്റിക്ക് അത് അറിയാമായിരുന്നു. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചാണ്. ജാസി ഗിഫ്റ്റ് സാർ അത് കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ മറ്റേ സിംഗറും പാടും എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടെയും പറഞ്ഞു, സാറ് തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ മതപരമായിട്ടും ജാതിപരമായിട്ടും അധിക്ഷേപിക്കാനാണെങ്കിൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ സ്റ്റുഡൻസിനെ അനുവദിക്കേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. എനിക്ക് സാറിനെ അറിയത്തില്ല, സാറിന് എന്നെ അറിയത്തില്ല, ഞങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ടൊരു ബന്ധമില്ല, ഒരു തരത്തിലും എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. മറ്റൊരു കാര്യം, ഈ ഒരു സ്റ്റേജിലേക്ക് ടീച്ചർ കയറി ആ ഒരു പാട്ടിനെ തടസ്സപ്പെടുത്തി അതിൻ്റെ ഇടയിൽ വെച്ച് മൈക്ക് വാങ്ങി ഇങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു പാട്ട് കഴിയുമ്പോൾ ടീച്ചറിന് അത് മാന്യമായി അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാമായിരുന്നു എന്നുള്ളതാണ് മറു ചോദ്യം ചിലർ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു പാട്ട് പാടുന്നതിനിടയിലേക്ക് ആ വേദിയിലേക്ക് കയറി ചെന്ന് ഇത്തരം ഒരു ഇടപെടൽ നടത്തിയത്? അതായത് പാട്ട് കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു ഗ്യാപ്പില്ല. രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞ ഗ്യാപ്പിലാണ് കയറി ചെല്ലുന്നത്. പക്ഷെ അപ്പോഴേക്കും മറ്റേ പാട്ട് തുടങ്ങാനുള്ള ഹമ്മിങ് ഒക്കെ ആയിരുന്നു. പിന്നെ സ്റ്റുഡൻസിനെയും കൂടി ഇത് അറിയിക്കുക, മൊത്തം സ്റ്റുഡൻസിനെ. കാരണം നേരത്തെ കുട്ടികളോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ്, അതായത് സ്റ്റുഡൻസിൻ്റെ ഒരു കമ്മിറ്റിയുണ്ട്, അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവരാണ് ജാസി ഗിഫ്റ്റ് സാറിനെ ഇൻവൈറ്റ് ചെയ്തത്, അവരെയാണ് ഏൽപ്പിച്ചത് സാറിനോട് പറയാനായിട്ട് അങ്ങനെ പാടാൻ പാടുള്ളൂ. അപ്പോൾ അവരാണ് ഉറപ്പ് തന്നത്. അപ്പോൾ പക്ഷേ ബാക്കി സ്റ്റുഡൻസിന് തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് കയ്യിലെടുത്തത്. സാറിന് അതൊരു ഇൻസൾട്ടിങ് ആയിട്ട് അപ്പം തോന്നിയിട്ടേ ഇല്ലെന്ന് എനിക്ക് 100% ഷുവറാണ്. അത് കഴിഞ്ഞിട്ട് ഒരാളെ പാടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് സാറിന് അതങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെന്ന് സാർ അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ സിംഗിളായിട്ട് പാടാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, കുട്ടികൾ ഇതെന്നോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പാടാനാണ് പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അങ്ങനൊരു പെർഫോമൻസ് ഞാൻ അവിടെ അനുവദിച്ചിട്ടില്ല. സാറിൻ്റെ പാട്ടുകൾ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. സാറിൻ്റെ പാട്ടുകൾ ഞാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് സാറിനെ അധിക്ഷേപിക്കുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതാണ് ടീച്ചർക്ക് പറയാനുള്ളത്. ഒരു രീതിയിലും മുൻവൈരാഗ്യം വെച്ചോ അല്ലെങ്കിൽ ആ പരിപാടി തടസ്സപ്പെടുത്താനോ വേണ്ടിയല്ല ഒരു ഇടപെടൽ നടത്തിയത്. കർശനമായിട്ടുള്ള ഒരു ഉത്തരവുണ്ട്, കോടതിയുടെ ഇടപെടലുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികൾ പാടില്ല എന്നുള്ളത് പരിപാടി നടത്തുന്നെങ്കിൽ തന്നെ ടീച്ചറിന്റെ ഉത്തരവാദിത്തോടു കൂടിയാണ് ഇത് നടത്തണമെന്ന് പോലീസ് പോലും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം നിയമപരമായിട്ടുള്ള ഒരു ഇടപെടൽ മാത്രമാണ് താൻ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രിൻസിപ്പലിന് പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ലേഷ് കാഞ്ഞിക്കാവിനൊപ്പം റിനു ശ്രീധർ, മീഡിയ 1.